2 ചോദ്യങ്ങളൊന്ന് ചെയ്യാം. ദ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 50 meters and the length of one side is 5 meters. What is the length of other side? നോക്കാം. നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിച്ച പോലെ അൺനോൺ വേരിയബിൾ, അതായത് എക്സ് ഒക്കെ ഇട്ട് നമ്മൾ ചെയ്തില്ല. ചോദ്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷെ നമ്മളിവിടെ എക്സ് ഉപയോഗിക്കാതെ നമുക്ക് ആദ്യം ഒന്ന് ചെയ്ത് നോക്കാം. തന്നിരിക്കുന്നത് ഒരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ടല്ലേ, ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ, അതായത് ഈ സൈഡും ഈ സൈഡും ഈ സൈഡും കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 50 centimeter ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത്ത് 5 centimeter എന്ന് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് 5 ആണെങ്കിൽ ഇതും 5 ആയിരിക്കുമല്ലോ. അപ്പോൾ ഇത് രണ്ടും കൂടെ 5 5 10 centimeter ആയി. അപ്പം 50 - 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 40 centimeter ആയിരിക്കുമല്ലോ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം. അപ്പോൾ ഈ ആൻസർ 20 ആണ്. ഈ ആൻസർ 20 ആണ്. ടോട്ടൽ നോക്കിയാൽ 20 20 45 45 5 50. അപ്പം നമുക്കിങ്ങനെ ചിത്രങ്ങൾ വരച്ച് യുക്തിപൂർവ്വം ആലോചിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ ചില ചോദ്യങ്ങൾ കേട്ടോ. അതാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇങ്ങനെ സ്റ്റെപ്പൊന്നും എഴുതണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ലെങ്ത് ഓഫ് ദ സൈഡ്സ് എന്ന് വെച്ചാൽ എന്ത് എഴുതണം? ലെങ്ത് ഓഫ് ദ സൈഡ്സ് ആർ ലെങ്ത് ഓഫ് ദി സൈഡ്സ് എന്ന് പറയുന്നത് എത്രയൊക്കെയാണ്? 20,5. അടുത്തത് രണ്ടാമത്തെ ചോദ്യം. വെൻ അനിത ആൻഡ് ഹെർ ഫ്രണ്ട് ബോട്ട് 5 pens ടുഗെദർ they got a reduction of 3 rupees in the price. The total cost was 32 rupees. Had they bought the pens individually, how much would it have cost each? അനിതയും അവളുടെ ഫ്രണ്ടും കൂടി 5 പേന ഒന്നിച്ചു വാങ്ങിയപ്പം they got a reduction of 3 rupees in the price. ആകെ കൊടുക്കേണ്ട രൂപയിൽ നിന്ന് 3 രൂപ കുറച്ച് കിട്ടി. എന്തുകൊണ്ടാണ്? ഒന്നിച്ച് വാങ്ങിയതുകൊണ്ട്. ടോട്ടൽ കോസ്റ്റ് ഓഫ് 32 rupees, ആകെ അതിൻ്റെ രൂപ എന്ന് പറയുന്നത് 32 രൂപയായിരുന്നു. ഹാഡ് ദേ ബോട്ട് ദ പെൻസ് ഇൻഡിവിജ്വലി, അവർ പക്ഷേ സെപ്പറേറ്റ് ആയിട്ടത് മേടിക്കുകയായിരുന്നുവെങ്കിൽ ഹൗ മച്ച് വുഡ് ഇറ്റ് ഹാവ് കോസ്റ്റ് ഈച്ച്, ഓരോന്നിനും എത്ര രൂപ കൊടുക്കണമായിരുന്നു. അപ്പം നമ്മൾ എങ്ങനെ ചിന്തിക്കണം? ആകെ കടയിൽ കൊടുത്ത തുക, നമ്മൾ കടയിൽ കൊടുത്ത തുക എന്ന് പറയുന്നത് 32 ആണല്ലോ. നമ്മൾ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 32 ആണ്. ആ 32 എന്ന് പറയുന്നത് റിഡക്ഷൻ കിട്ടിയതാണ്. അപ്പം 32ൻ്റെ കൂടെ റിഡക്ഷൻ കിട്ടുകയെന്ന് വെച്ചാൽ ആകെ അവിടെ എത്രയായിരുന്നു? 32 + 3, അതായത് 35 രൂപയായിരുന്നു അവർ ഇൻഡിവിജ്വലായിട്ട് വാങ്ങിക്കുമായിരുന്നെങ്കിൽ ആ ഒരു പേനയ്ക്ക് വരുന്ന വില. ഇനി അവർ എത്ര പേന വാങ്ങിച്ചു എന്നാണ് പറഞ്ഞത്? 5 എണ്ണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 35നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 7 5 35. മനസ്സിലായോ? അപ്പോൾ ഒരു പേനയ്ക്ക് എത്ര രൂപ വന്നു? 7 rupees വന്നു. ക്ലിയർ അല്ലേ? ഇൻഡിവിജ്വലായിട്ട് വാങ്ങിക്കുമായിരുന്നെങ്കിൽ ഒരു പേനയ്ക്ക് 7 rupees ആയിരുന്നു വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് ദ കോസ്റ്റ് ഓഫ് 5 pen ഈച്ച്, ഓരോന്നിൻ്റെയും വില 7 രൂപ വന്നേനെ. അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ. ഇൻ ഈച്ച് ഓഫ് the problem below, the result of doing some operations on a number is given. Find each number. ഒന്നാമത്തെ ചോദ്യം. 3 added to 2 times the number gives 101. 2 added to 3 times the number gives 101. ഏത് നമ്പർ ആണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ആദ്യം പറഞ്ഞിരിക്കുന്നത് ഒരു സംഖ്യയുടെ 2 മടങ്ങിനോട് 3 കൂട്ടിയാൽ 101 കിട്ടും. അതുപോലെ തന്നെ ഒരു സംഖ്യയുടെ 3 മടങ്ങിനോട് 2 കൂട്ടിയാൽ 101 കിട്ടും. സംഖ്യ ഏതാണെന്നാണ് ചോദ്യം. നമുക്ക് ഒന്നാമത്തെ ചോദ്യം ഇതാണ്. 3 added to 2 times the number gives 101. അപ്പം 3 കൂട്ടി ഏതിൻ്റെ കൂടെ? added to 2 times the number. അപ്പോൾ 2 times a number എന്ന് പറഞ്ഞാൽ ഏതോ ഒരു സംഖ്യ. 2 മടങ്ങെന്ന് വെച്ചാൽ 2 ഇൻറ്റു ആ ഒരു സംഖ്യ. 2 times a number added to 3. അതിൻ്റെ കൂടെ 3 കൂട്ടിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 101 കിട്ടി. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ആ 3 കൂട്ടുമ്പോഴാണല്ലോ 101 കിട്ടുന്നത്. അപ്പോൾ ആ 3 കുറച്ച് നോക്കുമ്പോൾ അപ്പോൾ ഏത് സംഖ്യ നോക്കാം? 101ൽ നിന്ന് 3 കുറച്ച് 98 കിട്ടും. അതായത് ഏതോ ഒരു സംഖ്യയുടെ കൂടെ 2 മടങ്ങ് കൂട്ടിയിട്ട് 2 മടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് 98 ആണ്. അപ്പോൾ ഈ സംഖ്യ കണ്ടെത്തുന്നതിൻ്റെ 2 മടങ്ങ് മീൻസ് 90, ഏതോ ഒരു സംഖ്യയുടെ ഇരട്ടിയാണ്. അല്ലെങ്കിൽ ഏതോ ഒരു സംഖ്യ 2 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 98 കിട്ടുന്നതെങ്കിൽ ആ സംഖ്യ എത്രയാണ്?
സംഖ്യ എന്ന് പറയുന്നത് 49 അല്ലേ? നോക്കിക്കേ ശരിയാണോ എന്ന്. 49, 49, 3, 9 9 18, 1 19, 20 21, 4 4 8 2 10 101 തന്നെ വന്നു. കണ്ട? സോ ഇവിടെ രണ്ടോൺ പാർട്ടുണ്ട്. അതിനെ നമ്മളിനി എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് ഈ പാഠത്തിൽ പഠിക്കുന്നത് കേട്ടോ. അടുത്ത സെക്ഷനിൽ അവിടെ നമ്മൾ എക്സൊക്കെ ഇട്ട് തുടങ്ങും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് 3യുടെ സെക്കൻഡ് വണ്ണാണ്. 2 added to 3 times the number gives 101. അപ്പോൾ ഏതോ ഒരു സംഖ്യയുടെ 3 മടങ്ങിനോടുകൂടി 2 ആഡ് ചെയ്യുമ്പോൾ 101 വരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്ന 101ൽ നമ്മൾ 2 മൈനസ് ചെയ്തു. അപ്പോൾ എത്ര വന്നു? 98. അതായത് ഏതോ ഒരു സംഖ്യയുടെ 3 മടങ്ങാണ് 98. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 98ന് 3 പ്രാവശ്യം, ഒരു സംഖ്യ 3 പ്രാവശ്യം കൂട്ടുമ്പോഴാണ് 98 കിട്ടുന്നത്. അപ്പോൾ 98 ഡിവൈഡഡ് ബൈ 3 3s are 9. സോറി, ടീച്ചറോടെ മൈനസ് ചെയ്തത് മാറിപ്പോയി അല്ലേ? 101ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ 99 അല്ലേ? ഓക്കെ. ഇനി ഏത് സംഖ്യയുടെ 3 മടങ്ങാണ് 99? കണ്ടാൽ തന്നെ അറിയാം അല്ലേ? 33 അല്ലേ? അല്ലെങ്കിൽ 99 ഡിവൈഡഡ് ബൈ 3 3 3s are 9, 3 3s are 9. സോ അവർ ആൻസർ ഈസ് 33. 33 എന്ന നമ്പറിൻ്റെ 3 മടങ്ങെടുത്തിട്ട് അതിനോട് 2 കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യയാണ് 101. ക്ലിയർ അല്ലേ? ഇവിടെ 3 സബ്ട്രാക്റ്റഡ് ഫ്രം 2 ടൈംസ് ദ നമ്പർ. ഒരു നമ്പറിൻ്റെ 2 മടങ്ങിൽ നിന്ന് 3 മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 101 എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 101ൻ്റെ കൂടെ 3 കൂട്ടണം, അതായത് 104. ഒരു നമ്പറിൻ്റെ 2 മടങ്ങാണ് 104 എന്ന് പറയുന്നത്. അപ്പം ആ നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും? 52. അതായത് 52 52 എൻ്റെ 104. അപ്പം നമ്പർ എന്ന് പറയുന്നത് 52 ആണ്. ഒരു നമ്പറിൻ്റെ 3 മടങ്ങിനോടുകൂടി 3 മടങ്ങിൽ നിന്ന് 2 മൈനസ് ചെയ്യുമ്പോൾ 101 കിട്ടുന്നു. അപ്പോൾ അവിടെ ചെയ്യേണ്ടത് നമ്മൾ ഒരു നമ്പറിൻ്റെ 3 മടങ്ങ് എന്ന് പറയുന്നത് 101 പ്ലസ് 2 ആയിരിക്കും, അതായത് 103. സോ ആ നമ്പർ കണ്ടെത്താൻ നമ്മൾ ചെയ്യേണ്ടത് 103 ഡിവൈഡഡ് ബൈ 3 ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം 103 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ നമുക്കൊരു പെർഫെക്റ്റ് നമ്പർ കിട്ടുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് ടീച്ചർക്ക് ഡൗട്ടുണ്ട്. 3 3s are 9, 13. 13ൽ 4 3s are 12, റിമൈൻഡർ 1 വരും. അപ്പം 10 വരും. വീണ്ടും 34.9 വരും. ഇനി മലയാളം മീഡിയത്തിൻ്റെ പുസ്തകത്തിൽ എന്തോ വ്യത്യാസം ഉണ്ടോ എന്ന് ടീച്ചർക്ക് ഡൗട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ പെർഫെക്റ്റ് നമ്പർ വരില്ല. 34.9 ആണ് വരുന്നത്. The sum of 6 times a number and 4 is 100. അപ്പം നമ്മൾ കൂട്ടുന്നുണ്ട്. എന്തൊക്കെയാ? 4 കൂട്ടണം, പിന്നെ ഏതോ ഒരു സംഖ്യയുടെ 6 ടൈംസും കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 100. The sum of 6 times a number and 4, sum of എന്ന് വെച്ചാൽ പ്ലസ് ഇടുക, and 4 gives 100. അപ്പം ഒരു നമ്പറിനെ 6 കൊണ്ട് ഗുണിക്കുന്നു, അതിൻ്റെ കൂടെ 4 കൂടെ കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 100 കിട്ടുന്നത്. അപ്പം നമുക്ക് വേണമെങ്കിൽ ആദ്യം 6നെ ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യ 94 എന്ന് വേണേൽ ആദ്യം എഴുതാമല്ലോ നമുക്ക്. ശരിയല്ലേ? ഏതോ ഒരു സംഖ്യ 6 പ്രാവശ്യം ഗുണിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യയാണ് 94 96 അല്ലേ? 4 കുറയ്ക്കുന്ന സംഖ്യ. 6 ഗുണം ഏതോ ഒരു സംഖ്യ ചെയ്യുമ്പോഴാണ് നമുക്ക് 96 കിട്ടുന്നത് എങ്കിൽ ഈ സംഖ്യ കണ്ടുപിടിക്കാൻ 96നെ 6 ഡിവൈഡ് ചെയ്താൽ പോരെ? ഒരു നമ്പറിൻ്റെ 6 96 ആണെങ്കിൽ ആ സംഖ്യ കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗം ആ നമ്പറിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. 1 6s are 6, 3 36 6 ടൈംസ്. സോ 16 ആണ്. 6 × 16 ആണ് 96. ക്ലിയർ അല്ലേ? ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? 4 ടൈംസ് എ നമ്പർ ആൻഡ് 6, സം ഓഫ് 4 ടൈംസ് എ നമ്പർ. ഒരു നമ്പർ 2 നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുന്നതിൽ ഒരാൾ 6ഉം ഒരാൾ ഒരു നമ്പറിൻ്റെ 4 ടൈംസും കൂടെ ഇൻറ്റു ചെയ്തിട്ട് 6 കൊണ്ട് ആഡ് ചെയ്താൽ നമുക്ക് 100 കിട്ടും.
അപ്പോൾ ആ 4 ഇൻറ്റു ദാറ്റ് നമ്പർ എന്ന് പറയുന്നത് ശരിക്കും 94 അല്ലേ, അതായത് 100 - 6 ആയ 94. അപ്പം ഏതോ ഒരു സംഖ്യ 4 പ്രാവശ്യം ഗുണിക്കുമ്പോൾ 94 കിട്ടുന്നുവെങ്കിൽ ആ സംഖ്യ കണ്ടെത്താനുള്ള മാർഗം 94നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 1 4s are 4, റിമൈൻഡർ 5, 54, റിമൈൻഡർ 4 2s are എടുക്കാം അല്ലേ, 4 2s are 8 വരും. അപ്പം ആൻസർ 1 വരും. 14. 14ൽ 4 3s are 12, റിമൈൻഡർ 2 വരും. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 23 1/2 വരും. 23 അതിൻ്റെ ഹാഫാണ്. ആ നമ്പറിനെ 4 കൊണ്ട് ഗുണിച്ചിട്ട് +6 ചെയ്യുമ്പോഴാണ് 100 വരുന്നത്. ഓക്കെ.